ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിക്കുന്നത്. കൂടാതെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാനതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സും ഫ്ലവർ ബഞ്ചസൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ റെഡ് കളറിലുള്ള ഫ്ലവർ ബഞ്ചസാണ്. അത്യാവശ്യം വലിയ ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു ഫ്ലവർ ബഞ്ചസാണിത്. ഓരോ ഐറ്റംസ് കാണിക്കുമ്പോഴും അതൊക്കെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ അതിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു റോസ് കളറിൽ വരുന്ന പിയോണി ബഞ്ചസാണ്. ഇതെൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബഞ്ചസാണ്. മിക്ക ഫോട്ടോയിലും വീഡിയോയിലും ഞാൻ ഈ ഒരു ഫ്ലവർ ബഞ്ചസ് തന്നെയാണ് അധികം യൂസ് ചെയ്യാറ്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാലും എനിക്ക് നല്ല ഭംഗിയായി തോന്നിയിട്ടുണ്ട്. സോ അതിൻ്റെ ഫ്ലവറൊക്കെ കേട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഫ്ലവർ ബഞ്ചസിൻ്റെ ഫ്ലവറൊക്കെ പോയിട്ടുള്ള ലീഫ് മാത്രമായിട്ടുള്ളൂ. ഫ്ലവർ ബഞ്ചസിൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായി തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് സിംഗിൾ ഫ്ലവറാണ്. ഇതൊരു പിയോണി സിംഗിൾ ഫ്ലവേഴ്സാണ്. ഇത് 2-3 കളറിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഈ ഫ്ലവേഴ്സ് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് ഈ ഒരു ഫ്ലവറാണ്. ഇത് ഗിഫ്റ്റ് ബോക്സിലൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ഫ്ലവറാണ്. ഇതൊന്നും അധികം ഞാൻ ഫോട്ടോയിലൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫ്ലവേഴ്സ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽസാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴായിട്ട് തന്നെ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കത്തിച്ചിട്ടില്ലെങ്കിലും ഇത് വെക്കാൻ നല്ലൊരു ഭംഗിയാണ്. നെക്സ്റ്റ് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുള്ള ഒറിജിനൽ ക്യാൻഡിലാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണിത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസാണ്. ഇതിങ്ങനെ പാക്കായിട്ട് വരുന്നതാണ്. ഇത് ക്യാൻഡിൽ ഹോൾഡറിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇതൊരു കീ ചെയിൻ ആയിട്ടാണ് ഞാൻ മേടിച്ചത്. ബേബി തീമിലുള്ള സേവ് ദ ഡേറ്റ് വീഡിയോക്കും അതേപോലെ ഫോട്ടോ ഫ്രെയിമിനൊക്കെ ബാക്ക്ഗ്രൗണ്ടായി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നെക്സ്റ്റ് ഒരു ഇതേപോലത്തെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു റിങ്ങാണ്. ഇനി നെക്സ്റ്റ് ഒരു ബ്രിക്കിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു വാൾപേപ്പറാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് ഇത് ചുമരിലൊക്കെ ഒട്ടിച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഞാൻ ക്ലോത്തോളാണ് കാണിക്കുന്നത്. ഇതുപോലെ കുറച്ച് ക്ലോത്തോളാണ് ഞാൻ യൂസ് ചെയ്യൽ. പ്രൊഡക്റ്റിനനുസരിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് മാച്ചായി തോന്നുന്ന രീതിയിൽ ഞാൻ ഷാളോളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ്. ഇതൊക്കെ ഞാൻ ഒന്നിച്ച് വാങ്ങിയതല്ല, ഓരോ വർക്കിനനുസരിച്ച് സ്റ്റെപ്പായിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒരുപാട് വാങ്ങി വെക്കേണ്ടതില്ല. ഞാൻ ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് അധികം ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈസ് എല്ലാത്തിൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അറിയാവുന്ന പ്രൈസൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 1-2 ഫ്ലവർ ബഞ്ചസോ അതുപോലെ തന്നെ വല്ല ക്ലോത്തോ ഒക്കെ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.